ഹലോ, അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നറിയാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ഞാൻ കാണിച്ചെന്നല്ലേ, കുറേ പയർ കിട്ടിയിട്ടോ എനിക്ക്. അപ്പോൾ അതിൻ്റെ കായ ഇങ്ങനെ കിഴിയാനായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രേയിൽ മണ്ണ് നിറച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മണ്ണൊക്കെ കൂട്ടിക്കളഞ്ഞ് എന്നിട്ട് അതിൽ പയർ വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിലെന്നറിയാം, അടിയിലിട്ടിരിക്കുന്ന പഴയ തുണികളാണ്. നമ്മളിപ്പോൾ പഴയ തുണികളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ട്രേയിലോ ചാക്കിലൊക്കെ നിറക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അടിയിൽ തുണി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം, നല്ല തണുപ്പും കിട്ടും. വേര് അടിയിൽ ഏറ്റവും അടിയിൽ പോകും. അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് തിരിയാൻ നല്ലതാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. വേനൽക്കാലമല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുപ്പല്ല ചെടികൾക്ക്. അത് നല്ലതാണ് അങ്ങനെ ഇട്ട് കൊടുക്കണത്. അതിപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. തുണികളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഇട്ട് കൊടുക്കുക കളയാതെ. എന്നിട്ട് പിന്നെ അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണിൽ വളം കലർത്തല്ലേ ചെയ്യണത്. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ല, കമ്പോസ്റ്റ് ഉണ്ട്. അത് കൊടുത്തിട്ട് 2 ചട്ടി എല്ലാ ട്രേയിലും കൊടുന്ന് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം മണ്ണിൽ കലർത്തില്ല. ഏറ്റവും അടിയിലിട്ടാലും മുള വന്നിട്ട് ഏറ്റവും അടിയിലേക്ക് വേര് പോകുമ്പോൾ അവർക്ക് നല്ല വളമായിട്ട് കിട്ടും. അപ്പോൾ ഏറ്റവും അടിയിൽ 2 ചട്ടി പിന്നെ വളമാണ് ഇട്ട് കൊടുത്തത്, കമ്പോസ്റ്റ് വളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്നറിയോ, ഇത് കരിയിലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിച്ചുവരി കിട്ടുന്നതൊക്കെ ഡ്രമ്മുണ്ടായിരുന്നു, വാട്ടർ ഡ്രം. അപ്പോൾ അതിലിട്ട് വെച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കമ്പോസ്റ്റാന്ന് വിചാരിച്ചുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ മുകളിൽ മാത്രം കുറച്ച് മണ്ണുണ്ട്, ബാക്കിയൊക്കെ കരിയില അങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ കമ്പോസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഏതായാലും അടിയിൽ ഇട്ട് കൊടുക്കണ്ടേ, എന്തായാലും തണുപ്പിന് അതിൻ്റെ മുകളിൽ ഇല ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് നട്ട് 2 ചട്ടി പിന്നെ ഈ കരിയില നനഞ്ഞിട്ട് കണ്ട അങ്ങനെ പൊട്ടിഞ്ഞ് പോയിരിക്കുന്നു. പക്ഷെ നല്ല വളമായിട്ടില്ല. അപ്പോൾ ഇലക്ക് വരെ ഇങ്ങനെ ഡാല വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ആ മണ്ണ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ട്രേയിലുണ്ടായിരുന്ന മണ്ണാണ്, ഞാൻ കുട്ടി വെച്ച് പറഞ്ഞില്ല, ആ മണ്ണാണിത്. അപ്പോൾ ആ മണ്ണെന്ത് കാട്ടി 2 ചട്ടി 2-3 ചട്ടി ഇളക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തു. ട്രേയിലെന്നറിയാം ഫുള്ളായിട്ട് ഇടണില്ല, നിറച്ചിടണില്ല. കാരണം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുള വന്നാൽ പിന്നെ ഉയരം വെക്കുന്തോറും നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒടിയാൻ സാധ്യതയുണ്ട് മണ്ണിട്ട് കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാം, ട്രേൻ്റെ പകുതി മാത്രം മണ്ണിട്ട് കൊടുക്കണുള്ളൂ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല. അങ്ങനെ പിന്നെ 5 ട്രേ 6 ട്രേ ഞാൻ നിറച്ചിട്ടുണ്ട്. ട്രേകൾ കുറേ ഉണ്ട്, പക്ഷേ കുറച്ച് ഞാൻ നടന്നുള്ളൂ ഇപ്പോൾ. എന്നിട്ട് അങ്ങനെ അതൊക്കെ നല്ല അതിലത്തെ കല്ലും കട്ടയും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് വേണം വെക്കാൻ. പിന്നെ അതിന് ശേഷം എന്നറിയോ, ഞാൻ പിന്നെ ഇത് വെള്ളപ്പയർ വൻപയർ എന്നും പറയും. ഞാൻ വെള്ളപ്പയർ, ഇവിടെ വെള്ളപ്പയർ എന്നാണ് പറച്ചാൽ, ഒരു വൻപയർ പറയും. അപ്പോൾ ലുലുന്ന് മേടിച്ചതാണ്. അപ്പോൾ നല്ല വിത്തുകൾ, നല്ല വലിപ്പമുണ്ട്, വലിയ വിത്ത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടതും അതന്നെ. പക്ഷെ അത് കുറ്റിപ്പയറല്ല, സാധാരണ നമ്മളെ നല്ല പയർ, നല്ല ടേസ്റ്റുള്ള പയർ. അപ്പോൾ ഞാനെന്ത് കാട്ടി, അതിന് പിന്നെ കുറച്ച് വലിയ വിത്തുകൾ നോക്കിയിട്ട് എടുത്തിട്ട് ഒരു ട്രേയിൽ പിന്നെ 3 വരിയാണ് വെക്കുന്നത്. എന്നറിയാം 2 വിത്താണ് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില വിത്തുകൾ മുളക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് കളഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാലും 2 വിത്ത് നടന്നുണ്ട്. അങ്ങനെ ഒരു ട്രേയിൽ 3 വരിയായിട്ടാണ് നടണത്. അന്ന് നട്ട് പിന്നെ അതിൽ ചെറിയൊരു കുട്ടി നമ്മൾ അതിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ ചെയ്തിട്ട് നല്ലപോലെ വൃത്തിയായിട്ടൊക്കെ മണ്ണിട്ട് മൂടിയതിന് ശേഷം പിന്നെ നല്ലപോലെ നനച്ച് കൊടുക്കണം. ആദ്യത്തെ നല്ല നനക്കണം. എന്താ വെച്ചാൽ മണ്ണ് നനവില്ലാത്തതല്ലേ, അത് കാരണം ഓസ് കൊണ്ട് നല്ല നനച്ച് വേണം ആദ്യത്തെ ഈ പയറെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും മുളക്കാതിരിക്കില്ല. എന്നിട്ട് നല്ലതുപോലെ നനച്ചതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചുവരി കരിവേപ്പിലിൻ്റെ ഇതുണ്ട്, കരിയില നിറയെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് തണുപ്പിന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. പക്ഷെ എന്താ പറയുക, നമ്മളിപ്പോൾ മഴക്കാറുണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ നേരിട്ട് മണ്ണിലേക്ക് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ വിത്തുകൾ മുളക്കുമ്പോൾ അതിന് പ്രശ്നം വരും. അപ്പോൾ എന്താ ചെയ്യുമെന്ന് അറിയില്ല, കരിവേപ്പിലല്ലേ അതിൻ്റെ കരിഞ്ഞ ഇല അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളച്ച് വരുമ്പോൾ അവർ ഇപ്പോൾ നല്ല ചപ്പിൽ നിന്ന് മുളച്ച് വരുമ്പോൾ നല്ല ഉഷാറുണ്ടാകും വിത്തുകൾക്ക്. തണുപ്പ് വേണമെന്ന് വെള്ളം നനയ്ക്കുമ്പോൾ തണുപ്പ് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കുക, വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാം.